നെക്സ്റ്റ് നമ്മളൊരു പൈ ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജെൻഡറിന്റെ ബേസിൽ. അപ്പം ആദ്യം ജെൻഡറിനെ നമ്മൾ കളേഴ്സിലേക്ക് ഡ്രാഗ് ചെയ്തിടും. ദെൻ സൈസ്, ആംഗിള്, ലേബൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കും ഡ്രാഗ് ചെയ്തിടാം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ടാബിൽ ഓപ്പൺ ചെയ്യാം. നേരത്തെ ചെയ്തിട്ടുള്ള സെയിം ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ജെൻഡറിനെ കളേഴ്സിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ദെൻ അവരുടെ കൗണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്പർ ഓഫ് റെക്കോർഡ്സ്. അപ്പം ഈ ഒരു ഫീൽഡിനെ നമുക്ക് ലേബലിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പം ആ ഒരു കൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഫീമെയിലിന്റെയും മെയിലിന്റെയും കൗണ്ട് കിട്ടിയിട്ടുണ്ട്. സൈസിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ രണ്ട് കോളമായിട്ട് വന്നിട്ടുണ്ട്. ജെൻഡർ ഒരു കോളം, ഫീമെയിൽ ഒരു കോളം, മെയിൽ ഒരു കോളം ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇനി ഇതിലെ ലേബൽ കൊടുക്കണം. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കാതെ ജെൻഡർ ഇപ്പം ഇവിടെ എഴുതി കാണിക്കണം, ഫീമെയിലും മെയിലും. ഇങ്ങനെയാണെങ്കിൽ സെയിം ഈ ഒരു ഫീൽഡ് നമുക്ക് ജെൻഡറിനെ ലേബലിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു മെയിലിന്റെയും ഫീമെയിലിന്റെയും ലേബൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെയാണ് നമുക്ക് വേണമെങ്കിൽ പൈ ചാർട്ട് യൂസ് ചെയ്യാം. കണ്ടോ, ഇതുള്ളിൽ യൂസ് ചെയ്യാം. അപ്പൊ പൈ ചാർട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് മെയിലിന്റെ ഫീമെയിലിന്റെ ആ ഒരു കൗണ്ട് കാണാൻ പറ്റും. ദെൻ പെർസെൻറ്റേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ക്വിക്ക് ടേബിൾ കാൽക്കുലേഷനിൽ പെർസെന്റ് ഓഫ് ടോട്ടൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു പെർസെൻറ്റേജിലായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഒരു പൈ ചാർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ജെൻഡറിന്റെ ബേസിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജെൻഡറിന് നമ്മൾ കളേഴ്സിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ രണ്ട് ജെൻഡർ ആയിട്ട് കിട്ടും. ലേബലിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ജെൻഡറിന്റെ നെയിം മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് കിട്ടും. ദെൻ നമുക്ക് അവിടെ ഒരു ന്യൂമറിക്കൽ കൗണ്ടിലായിരിക്കും അവിടെ കിട്ടിയിരിക്കുന്നുണ്ടാവുക. അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ലേബലില് ലേബൽ സെലക്ട് ചെയ്ത് ലേബലിലുള്ള ആരോ ഐക്കൺ സെലക്ട് ചെയ്യുക. ദെൻ ക്വിക്ക് ടേബിൾ കാൽക്കുലേഷനിൽ പെർസെന്റ് ഓഫ് ടോട്ടൽ കൊടുക്കുകയാണെങ്കിൽ പെർസെൻറ്റേജിലേക്കും കാണാൻ പറ്റുന്നത്.